തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡുകൾ ചെളിക്കുളമായി നിൽക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം അവതാളത്തിലായി എന്ന വിമർശനം അതിശക്തമായി കോർപ്പറേഷന് നേരെ ഉയരുകയാണ്. ആമഴിഞ്ചാൻ തോട്ടിൽ നിന്നെത്തിയ മലിനജലത്തിന്റെ ദുർഗന്ധം പ്രദേശത്ത് യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. പഴവങ്ങാടി റോഡിൽ നിന്ന് ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, എങ്ങനെ പോയാലും ജനങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര പറഞ്ഞാലും ഈ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരം ലഭിക്കുന്നത്? ഇതിനൊരു പരിഹാരമാവുമോ? ശ്രുതി, ഇന്നലെ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വരുന്ന റോഡിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ്. ഇന്നത്തെ അതിൻ്റെ സ്ഥിതിയാണ്. ആകെ അരമണിക്കൂർ പെയ്ത മഴയിലാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ ചെളിക്കുളമായി മാറിയതെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പഴവങ്ങാടി ഫോർട്ട് റോഡിലാണ്. പ്രധാനമായിട്ട് വിനോദസഞ്ചാരികളും ആഭ്യന്തര വിനോദസഞ്ചാരികളും ഒക്കെ എത്തുന്ന പ്രദേശമാണ്. മാത്രമല്ല ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തോളം ചെളിക്കുണ്ട് രൂപപ്പെട്ടതെന്നുള്ളതാണ്. നമുക്കിവിടെ ദുർഗന്ധം മൂലം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നടക്കമുള്ള മാലിന്യമാണ് നിലവിൽ വന്ന് അടിയുകയും അങ്ങനെ ഇവിടെ ചെളിക്കുണ്ട് രൂപപ്പെടുകയും ചെയ്തത്. പല കടകളിലുമൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മാത്രമല്ല വീടുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ടും ദുരിതവുമൊക്കെയാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഉണ്ടാകാറുള്ളത്. സാധാരണഗതിയിൽ ഇത്രത്തോളം ചെളിക്കുണ്ടോ അല്ലെങ്കിൽ റോഡിൽ ഇത്രത്തോളം മാലിന്യം അടിയുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല. നമ്മളിപ്പോൾ കാണുന്നത് പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. അതിന് തൊട്ട് മുകളിലെ റോഡിലാണ് ഇത്തരത്തിൽ ഈ ചെളിക്കുണ്ട് രൂപപ്പെട്ടതുള്ളതാണ്. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ. പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാൽനട യാത്രികരാണ് ഈ ബുദ്ധിമുട്ടിൽ ശരിക്കും വലയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡിൻ്റെ വശങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. എല്ലാം ചെളിക്കുണ്ടാണ്. മാത്രമല്ല ഈ എക്കൽ മണ്ണും അതേപോലെ തന്നെ മാലിന്യവും വലിയ രീതിയിൽ തന്നെ അടിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴും മാറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് കരമാലിന്യങ്ങളടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മണ്ണോ ചെളിയോ മാറ്റാൻ ഇതുവരെയും നഗരസഭ തയ്യാറായിട്ടുമില്ല എന്നുള്ളതാണ്. അതിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കാത്തതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഇന്നലെ ആകെ 1 മണിക്കൂർ മാത്രം പെയ്ത മഴയിൽ. 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് മഴ പെയ്തത്. പക്ഷേ ആ ഒരു മഴയിൽ ഈ പഴവങ്ങാടി റോഡും ചാക്ക ഭാഗവും അടക്കം പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഈ പ്രദേശത്തേക്ക് നിൽക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥ കൂടി തിരുവനന്തപുരം നഗരത്തിലുണ്ട്. മാത്രമല്ല വലിയ ദുർഗന്ധമാണ്. ഒരു കാലത്ത് ജോയി വീണ സമയത്ത് ആ പ്രദേശത്ത് നിൽക്കാൻ പോലും പറ്റാത്തത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം നഗരം കടന്നു പോകുന്നത്.